ആക്ച്വലി അത്ര പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഡേറ്റിംഗ് ഫേസ് ആയിരുന്നില്ല. നമ്മൾ കണ്ടു ആ ഒരു കല്യാണത്തിന്റെ പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ വന്ന് 1 മണിക്കൂർ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളൊരു മനുഷ്യനെയാണ് നമുക്ക് വേണ്ട അല്ലെങ്കിൽ വേണമെന്ന് പറയുന്നത്. അത് ഒട്ടും എനിക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. ഒരു 10-20 മിനിറ്റ് സംസാരിക്കും, എന്നിട്ട് എനിക്കുള്ള കല്യാണം കഴിക്കാൻ പറ്റില്ല. ഒരു അത്രയും റോങ് ആയിട്ടുള്ള കോൺവെർസേഷൻസ് ഒക്കെ നടക്കുകയാണെങ്കിലാണ് നമുക്ക് ഇത് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ വെറുതെ ഒരാളെ റിജക്ട് ചെയ്യുന്നതിൽ മാരേജ് റിജക്ഷൻസ് ഭയങ്കര ഇമോഷണലി ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കത് ആരെയും ചെയ്യേണ്ടെന്നുണ്ടായിരുന്നു. പക്ഷെ പല കോൺവെർസേഷൻസും മുന്നോട്ട് പോകുമ്പോൾ അവരും ഞാനും എടുത്ത ഡിസിഷൻ വെച്ച് വീട്ടിൽ പറയുന്നതിന്റെ മുന്നേ ഞാൻ അവരുടെ അടുത്ത് തന്നെ പറയുമായിരുന്നു നമുക്കിത്. കാരണം വീട്ടിൽ പറഞ്ഞ് പിന്നെ വീട്ടുകാർ അവരുടെ അടുത്ത് പറയുന്നത് അത്ര ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇത് 2 ഇൻഡിവിജ്വൽസും കൂടി ഇൻവോൾവ് ആണല്ലോ. പിന്നെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയത് കാരണം ഒരുപാട് പ്രപ്പോസൽസ് മുടങ്ങി പോയിട്ടുണ്ട്. കാരണം അന്ന് നമുക്കൊരു ചെയ്യുന്നതിന് ക്ലാരിറ്റി ആയിട്ടില്ല. എന്റെ ടിക്ടോക്ക് വീഡിയോയിലുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഡെയിലി ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ കുട്ടി എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി ആർക്കും ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പല പ്രപ്പോസൽസും മുടങ്ങി പോയിട്ടുണ്ട്. പിന്നെയാണ് വിഷ്ണുവിന്റെ പ്രപ്പോസൽ വന്നത്. അപ്പൊ നമ്മള് ഇരുന്ന് സംസാരിച്ചു. എനിക്ക് ഓർമ്മ റൂമിൽ ഇരുന്ന് സംസാരിച്ചത്. ആദ്യം ഞാൻ വിഷ്ണുവിനോട് പറഞ്ഞ ഡയലോഗ് നല്ല വയറൊക്കെ ഉണ്ടല്ലോ എന്നായിരുന്നു. പക്ഷെ അത് എനിക്കെന്തോ തോന്നിയതായിരുന്നു. കാരണം അതിനു മുന്നേ വിഷ്ണു ഭയങ്കര ജിം പേഴ്സൺ ആണ് പൊതുവെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അത്ര അങ്ങോട്ട് ഇല്ലാതെയത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ സ്മൂതി അങ്ങനത്തെ ലൈറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വരാറുള്ള കമന്റ്സ് ആണ് ആ ചെക്കന്റെ ഭാഗ്യക്കേട്. സത്യം പറഞ്ഞാൽ എന്റെയാണ്, എനിക്കത് ഉണ്ടാക്കിയാലാണ്. അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി വേറെ ഫുഡ് ഉണ്ടാക്കണം. അപ്പൊ അതുകൊണ്ട് വിഷ്ണുവിനെ കണ്ടുടനെ ഞാൻ പറഞ്ഞത് അതായിരുന്നു, നല്ല വയറൊക്കെ ഉണ്ടല്ലോ. അപ്പൊ വിഷ്ണുവിന് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ചേരം സംസാരിച്ചു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, കൂടുതൽ ഞാൻ തന്നെയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഇങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. വിഷ്ണുവിന് ടിക്ടോക്ക് എന്താന്ന് പോലും അറിയില്ല. അത്രയും ഇപ്പോഴും വിഷ്ണുവിന്റെ ഫോണിൽ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒന്നും ഇല്ല. ഇല്ല, അക്കൗണ്ട് ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ അത് ഉപയോഗിക്കാറും. അതെന്താ സോഷ്യൽ മീഡിയ ഈ ഒരു ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു പീരിയഡിൽ യൂസ് ചെയ്യാത്ത ഒരാളോ? വിഷ്ണു ഭയങ്കര ജോലി ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. ഭയങ്കരമായിട്ട് പുതിയ ടെക്നോളജി പഠിക്കുക. അപ്പോൾ ഷോർട്സ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് കോൺസെൻട്രേഷൻ എഫക്ട് ചെയ്യുക എന്നുള്ളത് നോർമൽ ആയിട്ടുള്ള എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അത് വിഷ്ണുവിൻ്റെ ഭയങ്കര ഇമ്പാക്റ്റ്. മറ്റേത് ടൈം എടുത്തൊരു കാര്യം പഠിക്കുക അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. പക്ഷെ ഇത് കൂടുതൽ സ്ക്രോൾ ചെയ്യുന്നതോറും നമ്മുടെ ക്ഷമ ഭയങ്കരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതും വിഷ്ണു സ്ക്രോൾ ചെയ്യുന്ന ലെവലൊക്കെ ഞാൻ അറ്റ്ലീസ്റ്റ് കുറച്ച് ടൈം കൊടുക്കും, എന്താണ് ആ ഷോർട്സ് നടക്കുന്നതെന്ന് കാണാൻ. പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. അപ്പൊ നമ്മുടെ കോൺസെൻട്രേഷൻ ലെവലും നമ്മുടെ പേഷ്യൻസും ഒക്കെ കുറഞ്ഞു വരാനുള്ള ഒരു കാര്യമാണ് അത് ശരിക്കും.